കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ശിവപ്രിയ എന്ന യുവതിക്ക് ജീവൻ നഷ്ടമായത് അസിനറ്റോബാക്ടർ അണുബാധ കാരണമാണ് എന്നാണ് നമ്മൾ കേട്ടത്. ഇതുവരെ സാധാരണക്കാർക്ക് കേട്ടുകേൾവി പോലും ഇല്ലാതിരുന്ന അസിനറ്റോബാക്ടർ എന്ന ബാക്ടീരിയ എന്താണ് എന്ന സംശയം എല്ലാവർക്കും ഉണ്ടാകാം. എന്താണ് ഈ ബാക്ടീരിയ എന്ന് നോക്കാം. വെള്ളത്തിലും മണ്ണിലുമാണ് സാധാരണയായി ഈ ബാക്ടീരിയ കാണപ്പെടുന്നത്. മൂത്രം, ഉമിനീര്, ശ്വസനനാളിയിലെ സ്രവങ്ങൾ, ഉണങ്ങാത്ത മുറിവുകൾ എന്നിവയുമായി നിരന്തരം സമ്പർക്കത്തിലേർപ്പെടുന്നവരിലും ഈ ബാക്ടീരിയയുടെ സാന്നിധ്യമുണ്ടാകാം. വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ ഇവ വളരാമെങ്കിലും ആശുപത്രി സാഹചര്യങ്ങളിൽ ഇതിനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പറയപ്പെടുന്നത്. ഈ ബാക്ടീരിയയ്ക്ക് പല വകഭേദങ്ങളുണ്ട്. ഇതിൽ ചിലത് അപകടകാരികളാണ്. മുറിവുകളിലൂടെ ഇവ ശരീരത്തിൽ പ്രവേശിക്കും. അസിനറ്റോബാക്ടർ ബാധ ഉണ്ടായാൽ രോഗി മരിക്കാനുള്ള സാധ്യത 52 മുതൽ 70% വരെയാണ്. അണുബാധയുടെ തോത്, രോഗിയുടെ ആരോഗ്യനില എന്നിവ അനുസരിച്ച് ഇവ വ്യത്യാസപ്പെടാം. ഇനി അണുബാധയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏത് അവയവത്തെ ബാധിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അണുബാധയുടെ ലക്ഷണങ്ങൾ പ്രകടമാവുക. ന്യൂമോണിയയാണ് അതിൽ പ്രധാനം. സാധാരണയായി ദീർഘകാലം വെന്റിലേറ്ററുകൾ ഉപയോഗിക്കുന്നതിലൂടെയും വാസ്കുലർ കാത്തീറ്ററുകൾ ഉപയോഗിക്കുന്നതിലൂടെയും അണുബാധയുണ്ടാകാം. ICUവിലൊക്കെ ദീർഘകാലമായി കഴിയുന്ന രോഗികൾക്കും ഈ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. നെഞ്ചുവേദന, ശ്വാസതടസ്സം, പനി, പച്ച നിറത്തിലോ മഞ്ഞ നിറത്തിലോ രക്തം കലർന്നതോ ആയ കഫം, ചുമ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. തണുപ്പ് അനുഭവപ്പെടുക, ഉയർന്ന പനി, നെഞ്ചിടിപ്പ് വർദ്ധിക്കുക, ഓക്കാനം, ഛർദി എന്നീ ലക്ഷണങ്ങളും അനുബന്ധമായി അനുഭവപ്പെടാറുണ്ട്. അണുബാധയേറ്റത് ഏത് ശരീരഭാഗത്തെയാണ് എന്നതനുസരിച്ചാകും സങ്കീർണത. രക്തക്കുഴലുകളിൽ അണുബാധയുണ്ടായാൽ ഒന്നിലധികം അവയവങ്ങളെ ബാധിക്കുകയും അത് മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ചെറിയ ഈർപ്പമുള്ളതും വരണ്ടതുമായ സാഹചര്യങ്ങളിൽ 100 ദിവസം വരെ അസിനറ്റോബാക്ടറുകൾക്ക് ജീവനോടെ ശേഷിക്കാനാകും. ഒന്നിലധികം മരുന്നുകളെ പ്രതിരോധിക്കാനുള്ള കഴിവും ഈ ബാക്ടീരിയയ്ക്കുണ്ട്. അണുബാധ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതിനും സാധ്യതയുണ്ട്. വെന്റിലേറ്ററുകൾ ഉപയോഗിക്കുന്നവർ, ട്യൂബിലൂടെ ഭക്ഷണം കഴിക്കുന്നവർ, കാത്തീറ്ററുകൾ ഉപയോഗിക്കുന്നവർ, അധികകാലം ആശുപത്രിവാസം നയിക്കുന്നവർ, ദീർഘകാലം ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നവർ എന്നിവർക്ക് അധിക ശ്രദ്ധ ആവശ്യമാണ്. ശിവപ്രിയയുടെ മരണകാരണം ഈ ബാക്ടീരിയ ആണെങ്കിൽ പ്രസവശേഷമുള്ള തുന്നൽ വഴിയോ മറ്റോ ശരീരത്തിൽ കടന്നതാകാം. വിദഗ്ധ അന്വേഷണത്തിലൂടെ മാത്രമേ ഇക്കാര്യങ്ങൾ വ്യക്തമാകൂ.